നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു. പ്രതികൂല കാലാവസ്ഥയിലും പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ആയിരക്കണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടും ഇതിന് തടസ്സം നിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നാവശ്യപ്പെട്ടും NH സംരക്ഷണ സമിതി 31-ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ലോങ് മാർച്ചും ദേവികുളം താലൂക്കിൽ ഹർത്താലും നടത്തും. ഇടുക്കിയിൽ CHR ഭൂമിയിൽ നിന്ന് 800-ലധികം കാട്ടുമരങ്ങൾ മുറിച്ച സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ശാന്തൻപാറ പേത്തൊട്ടിയിലാണ് വ്യാപകമായ മരമുറി നടന്നത്. ആലപ്പുഴ സ്വദേശി റെജി വർഗീസിനെതിരെ കേസ്. മൂന്നാർ MG നഗർ റോഡിൽ രാത്രി സമയത്ത് നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് അജ്ഞാതർ കേടുപാടുകൾ വരുത്തുന്നതായി പരാതി. മൂന്നാർ MG നഗറിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ല് അജ്ഞാതർ തകർത്തു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. വിശദമായ വാർത്തകൾ. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടകവാവിനോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങൾ ബലിയിടാനെത്തി. പുലർച്ചെ 5:30 മുതൽ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു. പഴശ്ശിരാമനാൽ പ്രതിഷ്ഠിതമായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ആദ്യ കർക്കിടകവാവ് ബലിതർപ്പണ കർമ്മങ്ങൾ പുലർച്ചെ 5:30 ആരംഭിച്ചു. മഴ കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ബലിയിടുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരുന്നത്. ജൂലൈ 17 മുതൽ ആരംഭിച്ച രാമായണ മാസാചരണവും പൂജകളും ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. വാവുബലി തർപ്പണത്തിന് ശേഷം ഔഷധക്കഞ്ഞി വിതരണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടും ഇതിന് തടസ്സം നിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നും ആവശ്യപ്പെട്ട് NH സംരക്ഷണ സമിതി 31-ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ലോങ് മാർച്ചും ദേവികുളം താലൂക്കിൽ ഹർത്താലും നടത്തും. ഇടുക്കിയിൽ CHR ഭൂമിയിൽ നിന്ന് 800-ലധികം കാട്ടുമരങ്ങൾ മുറിച്ച സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ശാന്തൻപാറ പേത്തൊട്ടിയിലാണ് വ്യാപകമായ മരമുറി നടന്നത്. ആലപ്പുഴ സ്വദേശി റെജി വർഗീസിനെതിരെയാണ് കേസ്. റെജി വർഗീസിന്റെ ഉടമസ്ഥതയിൽ പേത്തൊട്ടി ഉച്ചിലക്കുത്തിലുള്ള 43 ഹെക്ടർ CHR ഭൂമിയിൽ ഉൾപ്പെടുന്ന 40 ഏക്കർ സ്ഥലത്തു നിന്നാണ് മരങ്ങൾ മുറിച്ചത്. ഉടമ സ്ഥലം അടിമാലി സ്വദേശിക്ക് പാട്ടത്തിന് നൽകിയതാണ്. തുടർന്നായിരുന്നു മരമുറി. സ്ഥലമുടമ പാട്ടകരാറിന്റെ പകർപ്പ് ഹാജരാക്കിയ സാഹചര്യത്തിൽ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭൂമി പാട്ടത്തിനെടുത്ത ആളെയും മരം മുറിച്ച തൊഴിലാളികളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. ഇവിടെ നിന്ന് മുറിച്ച 50 മെട്രിക് ടൺ കാട്ടുമരങ്ങൾ വനംവകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണിളക്കുകയും കുഴ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഉപയോഗിച്ച 4 മണ്ണുമാന്തി യന്ത്രങ്ങളും വനംവകുപ്പ് പിടിച്ചെടുത്തു. മൂന്നാർ നഗറിൽ റോഡിൽ രാത്രി സമയത്ത് നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് അജ്ഞാതർ കേടുപാടുകൾ വരുത്തുന്നതായി പരാതി. മൂന്നാർ MG നഗറിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ല് അജ്ഞാതർ തകർത്തു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. മൂന്നാർ നഗറിൽ റോഡിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് അജ്ഞാതർ ആക്രമണം നടത്തുന്നത്. നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് രാത്രികാലത്ത് കേടുപാടുകൾ വരുത്തുന്നത് വാഹന ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ MG നഗറിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ല് അജ്ഞാതർ തകർത്തു. MG கல்லில் இருக்கிறேன். வண்டி ரோட்டில் பார்க் பண்ணி போயிருந்தேன். பார்க் பண்ணி நைட்டு பார்க் பண்ணி நல்லா இருந்துச்சு. காலையில் பார்க்கல என் ஃப்ரெண்டு கண்ணாடி கல் வச்சு யாரும் அடித்து உடச்சிருக்காங்க. இப்போ நிறைய வண்டிக்கு அந்த மாதிரி கம்ப்ளைண்ட் பண்ணியிருக்காங்க, உடச்சி விட்டுருக்காங்க. ஏதாவது நடவடிக்கை எடுத்தால் தான் சரியாகும். இல்லாட்டி எல்லா வண்டியுமே அப்படி தான் செய்வாங்க. பார்த்து ஏதாவது போலீஸாக மாதிரி ஏதாவது கண்டுபிடிச்சி செய்யணும். இப்போ பஞ்சாயத்தை பார்த்து செய்யணும். அதனால் அங்கே ஒரு கேமரா போட்டால் நல்லாயிருக்கும். அந்த கேமரா போட்டேன்னா கொஞ்சம் எல்லாத்துக்குமே சௌகரியமாக இருக்கும். யாரும் കണ്ടുപിടിച്ച വായ്പ இருக்குது. രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. സമാന സംഭവങ്ങൾ ഈ പ്രദേശത്ത് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് അജ്ഞാതർ കേടുപാടുകൾ വരുത്തുകയും ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരുപോലെ ഈ വിഷയത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്താൻ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കട്ടപ്പന അമ്പലക്കവല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിയും പിതൃസായുജ്യ പൂജയും തിലകഹവനവും നടന്നു. ക്ഷേത്ര മേൽശാന്തി MS ജഗദീഷ് ശാന്തി മുഖ്യ കാർമ്മികനായിരുന്നു. കർക്കിടക വാവുബലിക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി സ്വീകരിച്ചിരുന്നത്. ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ചു.
ക്ഷേത്രത്തിൽ ജൂലൈ 17 മുതൽ രാമായണ മാസാചരണം നടന്നു വരികയാണ്. ബലിതർപ്പണത്തിന് ശേഷം പുലർച്ചെ മുതൽ ഔഷധ വെള്ള സേവയ്ക്കും ക്ഷേത്രം ഭരണസമിതി സംവിധാനം ഒരുക്കിയിരുന്നു. കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള കർക്കിടക മാസ വാവുബലി ഈ വർഷവും കഴിഞ്ഞ വർഷത്തേലും ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തി വരികയാണ്. ഈ വർഷം രാവിലെ കൃത്യ 5 മണിക്ക് തന്നെ നമ്മളിവിടെ ബലികർമാദികൾ ആരംഭിക്കുകയും ഈ കട്ടപ്പന ക്ഷേത്രത്തിൻ്റെ ഭക്തി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആളുകൾ വളരെയധികം ദൂരപ്രദേശങ്ങളിലുള്ള ആളുകൾ വരെ ഇവിടെ എത്തി ബലിതർപ്പണം നടത്താറുണ്ട്. ക്ഷേത്രം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ, സെക്രട്ടറി ബിനു പാറയിൽ, വൈസ് പ്രസിഡന്റ് സാബു അറയ്ക്കൽ, യൂണിയൻ കമ്മിറ്റി അംഗം ലാലു പരുത്തപ്പാറ, കമ്മിറ്റി അംഗങ്ങളായ ദാസ് കുറ്റിവീട്ടിൽ, മനീഷ് മുടവനാട്ട്, തങ്കച്ചൻ പുളിക്കത്തടം, പ്രദീപ് മുകളിൽ, രാജൻ കിഴക്കേത്തറ, വിനോദ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാറിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടകവാവ് ബലിയോടനുബന്ധിച്ച് ബലിതർപ്പണം നടന്നു. 5ഓളം ക്ഷേത്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസമാണ് പിതൃതർപ്പണത്തിനായി വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തുന്നത്. വണ്ടിപ്പെരിയാറിലെ വിവിധ ക്ഷേത്രങ്ങളിലായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തി. വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുലർച്ചെ 3:45 ആരംഭിച്ച ചടങ്ങുകൾക്ക് തിരുവല്ല പായിപ്പാട് ശശികുമാർ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ജയശങ്കരൻ പി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളും വഴിപാടുകളും നടന്നു. കമ്മിറ്റി ഭാരവാഹികളും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പുലർച്ചെ 4ഓടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്രശാന്തി ഗിരീഷ് തലയിൽ തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100-ലേറെ വിശ്വാസികൾ ബലിതർപ്പണത്തായി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. പെരിയാർ നദീതീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. മഞ്ചുമല കൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി ബാലിമണിയൻ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ ഗുരുദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. സന്തോഷ് ശാന്തി മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. SNDP ശാഖാ ഭാരവാഹികൾ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടകവാവിനോടനുബന്ധിച്ച് നിരവധി വിശ്വാസികൾ ബലിതർപ്പണം നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി അനിൽ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 കർക്കിടക വാവുബലി കർമ്മങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ആളുകൾ ഈ വർഷം ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ വിശ്വാസികൾക്ക് ബലിയിടുന്നതിനാവശ്യമായ വലിയ സൗകര്യങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയതെന്ന് പ്രസിഡന്റ് PM വിനോദ് പറഞ്ഞു. ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന കർക്കിടകവാവ് ബലി വെളുപ്പിന് 5 മണിക്ക് 5:30 ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടത്തപ്പെടുകയാണ്. എല്ലാ ഭക്തജനങ്ങളും വന്ന് ബലിയർപ്പിച്ച് അവിടെ ഔഷധ കഞ്ഞി വിതരണമുണ്ട്, അതും കഴിച്ച് മടങ്ങുകയാണ്. ഈ മാസം 17 ആരംഭിച്ച രാമായണ മാസാചരണവും ജന്മനക്ഷത്ര പൂജകളും ഓഗസ്റ്റ് 16 വരെ ഉണ്ടാകും. വാവുബലി തർപ്പണത്തിന് ശേഷം ഔഷധക്കഞ്ഞി വിതരണവും ഒരുക്കിയിരുന്നു. തൂക്കുപാലം വെസ്റ്റ് പാറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് അയൽ വീട് അപകടാവസ്ഥയിൽ. പ്രദേശവാസിയായ ചേരിയിൽ ഉമ്മറിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ രാത്രിയിലാണ് വെസ്റ്റ് പാറ സ്വദേശി തോണിപ്പാറയിൽ ജോയിയുടെ വീടിന്റെ മുൻഭാഗത്തെ കൽക്കെട്ട് ഇടിഞ്ഞത്. അയൽവാസിയായ ഉമ്മറിന്റെ വീടിന്റെ പുറകുവശത്തേക്കാണ് കല്ലുകൾ പതിച്ചത്. കൂടുതൽ മണ്ണും കല്ലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ വീട് അപകടാവസ്ഥയിലാണ്. 2024 ജൂലൈ 29 ഇടിഞ്ഞതാണ്. അന്ന് ഞങ്ങൾ പഞ്ചായത്തിലും കളക്ടറേറ്റിലും വില്ലേജിലും എല്ലാം പരാതി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പടുത കിട്ടാ പടുത 4 ദിവസത്തോളം പൊട്ടി പോയപ്പോൾ ഞങ്ങൾ കണ്ട് എല്ലാം അഴിച്ചു കളഞ്ഞപ്പോൾ ഞങ്ങൾ പേര് കൊണ്ട് കേസ് കൊടുത്തു. ഇപ്പൊ അതുപോലെ പിന്നെയും പേര സഹിതം വരുന്ന ഇതിൽ ഇടിഞ്ഞിരിക്കുക. എന്നുവെച്ചാൽ ഇപ്പോഴും കൊണ്ട് ഞാൻ വില്ലേജ് ഓഫീസറും മെമ്പറും ഒക്കെ വന്ന് കണ്ടു കേട്ടുപോയി. കഴിഞ്ഞ വർഷവും കൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിരുന്നു. ബാക്കി ഭാഗമാണ് ഇത്തവണ ഇടിഞ്ഞത്. 4 സെന്റ് സ്ഥലമാണ് ഉമ്മറിന്റെ കുടുംബത്തിനുള്ളത്. നെടുങ്കണ്ടം പഞ്ചായത്ത് 10-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടം. റവന്യൂ അധികൃതർ പ്രദേശത്ത് സന്ദർശനം നടത്തി. വീട് സുരക്ഷിതമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.
കട്ടപ്പനയിൽ VS അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ നേതാക്കൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച VS അനുസ്മരണ യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജി അധ്യക്ഷനായി. കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വിവിധ നേതാക്കൾ VSനെ അനുസ്മരിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെക്കുറിച്ച് നാളൊടിച്ച് ആദമലി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ അവസാന നാളൊടിച്ച് അദ്ദേഹം ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവായിരുന്നു. സമരഭൂമികളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കെതിരെ പോരാടാനുള്ള ധൈര്യവും പ്രത്യയശാസ്ത്രത്തിലുള്ള പ്രതിബദ്ധതയും ആ പോരാട്ടത്തിൽ വളരെ തിളക്കമാർന്നു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. പോരാട്ടമൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. അത് സാഹിത്യ ഭാഷയിൽ തന്നെയാണെങ്കിലും പ്രവൃത്തിയിൽ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പോരാട്ടത്തിന് വേണ്ടിവരും. സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1923 കാലഘട്ടത്തിൽ ജനിച്ച് നമുക്കറിയാം. 1923 കാലഘട്ടം എന്ന് പറയുമ്പോൾ കടുത്ത വിവേചനം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചാതുവർണ്ണ്യം ഉൾപ്പെടെ ഉള്ള വിവേചനം നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പല ആളുകൾക്കും ഭൂമി ഉടമസ്ഥാവകാശം പോലും ലഭിക്കാനുള്ള അവകാശമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജനിച്ച് ആ കാലഘട്ടത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ച് വിവേചനങ്ങളും ഒക്കെ അനുഭവിച്ച് അദ്ദേഹം വളർന്നു എന്നുള്ളത് സത്യമാണ്. സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടന്നപ്പോൾ, കോട്ടയത്ത് അദ്ദേഹം വന്നപ്പോൾ ഉണ്ടായ ഒരു തിരക്ക്, അതിലുമുപരി അദ്ദേഹത്തിനെ അനുഗമിച്ചു വന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, പാർട്ടി പ്രവർത്തകരുടെ കൂടെ ഞാൻ പൊക്കോളാം, നിങ്ങൾ തിരിച്ചു പൊക്കോളാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അദ്ദേഹം വരുന്നതിന് വാഹനം നിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ പ്രതിനിധികളായിട്ടുള്ള കുറേ ആളുകൾ അദ്ദേഹത്തെ അടുത്ത് കാണാൻ അവിടെ നിന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തോടൊപ്പം നടന്നു നീങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവാണ് സഖാവ് VS അച്യുതാനന്ദൻ. ഞങ്ങൾ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം VS അച്യുതാനന്ദനെ അറിയുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തത് നമ്മൾ കേരള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കേരളത്തിലേറെ ശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 83 വയസ്സാണ്. 1923 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ച 60 വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. പുതിയ തലമുറയിലുള്ള ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത് പോലെയുള്ള ഒരു സാഹചര്യമായിരുന്നില്ല അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പറയുന്ന ഓരോ വാക്കുകൾ വളരെയധികം അർത്ഥം നിറഞ്ഞ രീതിയിൽ നമ്മളെയെല്ലാം ഊർജ്ജസ്വലമാക്കുന്ന രീതിയിൽ മാത്രം പ്രസംഗം പറയുന്ന അത്ഭുതം നിറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഈ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ശക്തിയുള്ള ചില വാക്കുകളാണ്. തല നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ല എൻ്റെ യുവത്വം, ദുഷ്പ്രബുദ്ധങ്ങളിൽ ആ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണെൻ്റെ യൗവനം, തല കുനിക്കാത്തതാണെൻ്റെ യൗവനം. ഏതൊരു ചെറുപ്പക്കാരൻ്റെയും സിരകളിൽ രക്തമോടുന്ന വാക്കുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അത് ഉൾക്കൊള്ളുവാനും കഴിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ മറ്റാരുടെയും സഹായമില്ലാത്ത തൻ്റെ നിലപാടുകൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു പറ്റിയ ഒരു നേതാവാണ് ശ്രീ VS അച്യുതാനന്ദൻ. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, വെള്ളയാങ്കുടി ഇമാം യൂസഫ് മൗലവി, KVVS കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ VR ശശി, ശ്രീനഗരി രാജൻ, അഡ്വക്കേറ്റ് മനോജം തോമസ്, സിജു ചക്കുമോട്ടിൽ, VS രതീഷ്, CS അജേഷ്, CR മുരളി, ആനന്ദ് സുനിൽകുമാർ, ഫിലിപ്പ് മലയാറ്റ്, ഷാജി കൂത്തോടിയിൽ, മജീഷ് ജേക്കബ്, ആൽവിൻ തോമസ്, ജോയി കുടുക്കച്ചിറ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന പുളിയൻമലയിൽ VS അച്യുതാനന്ദൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുത്തു.
പുളിയൻമലയിൽ സംഘടിപ്പിച്ച VS അനുസ്മരണ യോഗത്തിൽ CPIM കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗം MC ബിജു അധ്യക്ഷനായിരുന്നു. അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരികയും അവരുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുകയും ചെയ്ത VS അച്യുതാനന്ദൻ്റെ നിര്യാണം പാർട്ടിക്ക് കനത്ത നഷ്ടമാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിലയുറപ്പിക്കുകയും അവ വർഗസമര കാഴ്ചപ്പാടായി കണ്ണിചേർക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റായിരുന്നു VS. കേരളത്തിലെ സാമൂഹിക വികസനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്ത ദർശനകൻ ആയിരുന്നു VS. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർഗസമരത്തിൻ്റെ ഭാഗമെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു. സ്ത്രീ സമത്വത്തിന് അവകാശങ്ങൾക്കുമൊപ്പം നിലയുറപ്പിക്കുകയും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുകയും ചെയ്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VK ധനപാൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജഗദീശ്വരൻ അറുമുഖം, SNDP യോഗം പുളിയമ്മല ശാഖാ സെക്രട്ടറി സതീഷ് വിജയൻ, NSS കരയോഗം സെക്രട്ടറി ജയൻ കാരാളി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ AS രാജ, SS പാൽരാജ്, സുധർമ്മ മോഹനൻ, N രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച കഞ്ഞിക്കുഴിയിൽ മൗനജാഥയും അനുസ്മരണ യോഗവും ചേർന്നു. ടൗണിൽ നടന്ന പരിപാടികൾക്ക് സർവകക്ഷി നേതാക്കളും മതസംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് മൗനജാഥയും അനുസ്മരണ യോഗവും ചേർന്നത്. കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച മൗനജാഥ ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ VS വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. CPIM കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറി എബിൻ ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ആഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നിര്യാതനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ശക്തരായ രാഷ്ട്രീയ നേതാക്കൾ ഒരുവനാണ് ശ്രീ അച്യുതാനന്ദൻ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് ഒത്തിരിയേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഇടവരുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ യാതൊരുവിധ മടിയുമില്ലാതെ എതിർക്കുവാനും അവർക്ക് മാനസികവാദം നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു. ഒപ്പം അദ്ദേഹം പ്രത്യേകത സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന് വിയോജിപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുവാനും അതിന് ഒരു മുഖനോട്ടവുമില്ലാതെ തൻ്റെ അഭിപ്രായങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന ശുഷ്കാന്തി നിലപാട് മറ്റു പലരിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നുള്ളത് ഒരു കാര്യമാണ്. സർവകക്ഷി നേതാക്കളായ ബേബി ഐക്യ, വർഗീസ് കറിയ, വിൽസൺ കല്ലുടിക്കൽ, ശശി കന്യാലിൽ, ശിവദാസ് പാലക്കാക്കുഴി, G നാരായണൻ നായർ, സിജു ജോസഫ്, ഗിരീഷ് ആറുകണ്ടത്തിൽ, സജി വീട്ടിക്കൽ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്തു. പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 26 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് ഫോർ അന്ന ഫോർ ഓൾ ആൻഡ് ഓഫീസ് വെൽനസ് മൂവ്മെന്റിന്റെ ജില്ലാതല ഉദ്ഘാടനവും പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാമും നടക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന വുഡ്ലാർക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പൂനെയിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന കൊച്ചി സ്വദേശിനി അന്ന അമിത ജോലിഭാരം കാരണം മരണപ്പെടുകയായിരുന്നു. അന്നയുടെ മരണം കോർപ്പറേറ്റ് കമ്പനികളിലെ ജോലിഭാരവും ജീവനക്കാരിലെ മാനസികാഘാതവും സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് കാരണമായി. ഇനിയൊരു അന്ന ആവർത്തിക്കാതിരിക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസ് കേരള ഘടകം നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2025 ജൂലൈ 26 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കട്ടപ്പന വുഡ്ലാർക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫോർ അന്ന ഫോർ ഓൾ ആൻഡ് ഓഫീസ് വെൽനസ് മൂവ്മെൻറ്റ് ഇടുക്കി ജില്ലാതല ഉദ്ഘാടനവും പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാമും നടത്തപ്പെടുകയാണ്. അന്ന സബാഷിനെ മലയാളികളായ നമുക്കെല്ലാവർക്കും അറിയാം. പൂനെയിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടറായിരുന്നു കൊച്ചി സ്വദേശിനി അന്ന. അമിത ജോലിഭാരം നിമിത്തം അവർ മരണപ്പെടുകയായിരുന്നു. അന്നയുടെ മരണം കോപ്പറേറ്റീവ് കമ്പനികളിലെ ജോലിഭാരവും ജീവനക്കാരിലെ മാനസിക ആഘാതവും സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായ കാരണമാണ്. ഇനിയൊരു അന്ന ആവർത്തിക്കാതിരിക്കാൻ
പ്രൊഫഷണൽ കോൺഗ്രസ് കേരള ഘടകം നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ സ്വാഗത പ്രസംഗം നടത്തുന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് ബാലൻ വിഷയാവതരണം നടത്തും. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസി, UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഫിലിക്സ് ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും. ഓഫീസ് വെൽനസ് പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിതിൻ ലാലിച്ചൻ, ഡോക്ടർ മെറിൻ പൗലോസ്, സോബൻ ജോർജ് എബ്രഹാം, സാബു M. ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന ഈ പ്രോഗ്രാം ആദ്യമായാണ് ഇടുക്കിയിൽ നടത്തപ്പെടുന്നത്. 2017 പ്രൊഫഷണൽ കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ഇടുക്കിയിൽ ഇതിൻ്റെ കമ്മിറ്റി രൂപീകരിക്കുന്നതും ഒരു പബ്ലിക് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും. വാർത്താസമ്മേളനത്തിൽ പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, സിജു ചക്കുമൂട്ടിൽ, സാബു ജോൺ, റിൻഡോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠന സമയം അപഹരിച്ചുകൊണ്ട് iLive എന്ന പേരിൽ ലൈഫ് സ്കിൽ പ്രോഗ്രാം ജില്ലയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് KPSTA ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സ്കൂൾ പ്രവൃത്തി സമയത്ത് പഠനസമയം നഷ്ടപ്പെടുത്തി ഒരു പരിപാടിയും നടത്തരുതെന്ന് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും നിർദ്ദേശം നൽകിയിരിക്കെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. സ്കൂൾ തുറന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇപ്പോൾ പേരുമാറ്റി നടപ്പിലാക്കുന്നത്. സ്കൂളുകളിലെ NCC, സ്കൗട്ട്, JRC, സ്റ്റുഡൻറ് പോലീസ് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് ഈ ശേഷികൾ ലഭിക്കുന്നതുമാണ്. ഒരു ദിവസം 1 മണിക്കൂർ വീതം 26 ക്ലാസുകൾ നടത്താനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് സ്കൂളുകളിലെ നിലവിലിരിക്കുന്ന ടൈം ടേബിളിനെ അട്ടിമറിക്കുകയും പൊതുവിദ്യാഭ്യാസം താറുമാറാക്കുകയും ചെയ്യും. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കുട്ടികളുടെ പഠന സമയത്തെ അപഹരിക്കുന്നതിന് ഇതിനുള്ള കാരണമായിട്ട് മാറുന്നു. കാരണം ഒരു ദിവസം 1 മണിക്കൂർ എന്ന രീതിയിൽ 26 മണിക്കൂറുകൾ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് പറയുന്നത്. അതുമൂലം കുട്ടികളുടെ വിലപ്പെട്ട പഠന സമയങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ ലൈഫ് സ്കിൽ പറയുന്ന പ്രോഗ്രാമുകൾ പലതും സ്കൂൾ വർഷ ആരംഭത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല വകുപ്പ് ഈ സ്കൂളുകളിൽ നടപ്പിലാക്കിയ പദ്ധതികൾ തന്നെയാണ്. അതുമാത്രമല്ല, നാളെ ഉദ്ഘാടന സമയത്ത് 9:30 മുഴുവൻ അധ്യാപകരും സ്കൂളിൽ എത്തിച്ചേരുകയും കുട്ടികളെ സ്കൂളിലാക്കിയതിനു ശേഷം അല്ലെങ്കിൽ ക്ലാസ് മുറികളിലാക്കിയതിനു ശേഷം ഈ മുഴുവൻ അധ്യാപകരും ഉദ്ഘാടന സമ്മേളനത്തിൽ അല്ലെങ്കിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം, പ്രത്യേകിച്ച് ഈ പ്രതികൂല കാലാവസ്ഥയിൽ അവരുടെ സുരക്ഷിതത്വത്തിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നുകൂടി ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പഠന സമയത്തെ അപഹരിക്കത്തക്ക വിധത്തിൽ മറ്റൊരു പരിപാടികളും നടപ്പിലാക്കരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ പറയുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പഠന സമയത്തെ ഇല്ലാതാക്കുന്ന, അപഹരിക്കുന്ന അല്ലെങ്കിൽ ടൈം ടേബിളിനെ, നിലവിലിരിക്കുന്ന ടൈം ടേബിളിനെ അട്ടിമറിക്കുന്ന ഇത്തരത്തിലുള്ള വേണ്ടത്ര കൂടിയാലോചനകളില്ലാത്ത തീരുമാനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികൾ പിന്മാറണമെന്ന് KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 1 മണിക്കൂർ നേരം പഠനസമയം അപഹരിച്ചുകൊണ്ട് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ നടപ്പിലാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇടുക്കി DCC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ KPSTA ജില്ലാ പ്രസിഡന്റ് ജോബിൻ കളത്തിക്കാട്ടിൽ, സംസ്ഥാന സെക്രട്ടറി PM നാസർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, VK അറ്റ്ലി, ജില്ലാ സെക്രട്ടറി സുനിൽ T. തോമസ്, ട്രഷറർ ഷിൻഡോ ജോർജ്, MV ജോർജ് കുട്ടി, സജി മാത്യു, ജോസ് K. സെബാസ്റ്റ്യൻ, T. ശിവകുമാർ, J. ബാൽമാണി, അനീഷ് ആനന്ദ്, സതീഷ് വർക്കി, PA ഗബ്രിയൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. കട്ടപ്പന സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ നേതൃത്വത്തിൽ അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ നേതൃത്വത്തിൽ കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ കോളേജുകളിലെ 70ഓളം അധ്യാപകർക്കായാണ് മേഖലാതലത്തിൽ ഏകദിന പരിശീലനം നടത്തിയത്. സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ തിരിതെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരാകുന്നില്ല. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ വീഴ്ചകൾ എവിടെയാണ് എന്ന് മനസ്സിലാക്കി അവരെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ അറിവുകൾ പകർന്നു കൊടുക്കുവാനായിട്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമ്മുടെ അറിവുകൾ പകർന്നു കൊടുക്കുവാനായിട്ടും സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ നല്ല അധ്യാപകരാകുന്നത്. നിങ്ങളെല്ലാം നല്ല അധ്യാപകരാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികളെ അവരെ വളരെ പേഴ്സണലായിട്ട് അറിയുന്നവരാണ് നിങ്ങളെല്ലാവരും.
അതുകൊണ്ട് തന്നെയാണല്ലോ നല്ല റിസൾട്ട് നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻമേരി ലൂയിസ് സ്വാഗതം ആശംസിക്കുകയും ജനറൽ മാനേജർ ജേക്കബ് കോര ആശംസ നേരുകയും ചെയ്തു. പരിപാടിയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ സാബു വർഗീസ് എന്നിവർ ഫാക്കൽറ്റി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കാരണം ഇതിനകത്തൊരു കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ട് അല്ലേ? 100 നിൽക്കുന്നതാണെങ്കിൽ 101 അടുത്ത ദിവസം 101 1% ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത ദിവസം 102 1% ഇമ്പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മൾ 37.8 ഇരട്ടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ 1% വെച്ച് ഈ ജപ്പാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയേക്കാൾ വളരെ മോശമായ അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വ്യാവസായിക ശക്തിയായതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം കൈസൻ ടെക്നിക് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് അവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും 1% വെച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ ക്രമീകരിച്ചാണ് അവർ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ഈ കൂട്ട് ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ബോധപൂർവമുള്ള പരിശീലനത്തിലൂടെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. ഡെവലപ്മെന്റ് യൂണിറ്റ് കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ സിസിലി ജോസഫ് കൃതജ്ഞത രേഖപ്പെടുത്തി. സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ നെടുങ്കണ്ടം, അൽഫോൻസ കോളേജ് ഓഫ് നഴ്സിംഗ് മുരിക്കാശ്ശേരി എന്നീ സ്ഥാപനങ്ങളിലെ അധ്യാപകർ പങ്കെടുത്തു. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ നടത്തി. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. 52 പഞ്ചായത്തുള്ള ഈ ജില്ലയിൽ 17 പഞ്ചായത്തുകളാണ് കോൺഗ്രസ് സംബന്ധിച്ചുള്ളത്. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ ഭരിച്ചിരുന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ മാനസി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷം നമുക്കിപ്പോൾ 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മുടെ കൈവശമുള്ളൂ. ജില്ലാ പഞ്ചായത്തുകളുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനിവർദ്ധൻ കോഴ്സ് തോറ്റത് ഏതായാലും 100 വോട്ടുകൾക്ക് 400-500 വോട്ടുകൾക്ക് അല്ലേ? ആ വോട്ടുകൾക്ക് പരാജയപ്പെടും. നമുക്ക് സിംഗിൾ മജോറിറ്റി 16-ൽ നമുക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കേന്ദ്രത്തിലും കരുണാകരനെ പോലെ ആന്റണിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ജനകീയ മുഖ്യമന്ത്രിമാർ കേരളവും ഭരിച്ച സന്ദർഭത്തിൽ എല്ലാം നമുക്ക് അനുകൂലമായി. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ID കാർഡ് വിതരണവും DCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി അഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ്, DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കാട്ട്, DCC സെക്രട്ടറി MD അർജുനൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജോസ് അഗസ്റ്റിൻ, M പുരുഷോത്തമൻ, മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെയും കൊന്നത്തടി ADSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബാങ്ക് പരിധിക്കുള്ളിലുള്ള കുടുംബശ്രീ വഴി പച്ചക്കറി തൈ വിതരണം നടത്തി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന തൈ വിതരണം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെയാണ് പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെയും കൊന്നത്തടി ADSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീകൾ വഴി പച്ചക്കറി തൈ വിതരണം നടത്തിയത്. തക്കാളി, വഴുതന, കൊമ്പൻമുളക്, ചീര, പയർ എന്നീ 5 ഇനം തൈകളാണ് വിതരണം നടത്തിയത്. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന തൈ വിതരണം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടാണ് കാലാവസ്ഥയുടെ വ്യതിയാനം വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ യൂണിറ്റുകളടക്കം ഭക്ഷ്യോൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാർ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ 3.5 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും ഏകദേശം പച്ചക്കറിയുടെ ക്ഷാമം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഗവൺമെൻറ് വിലയിരുത്തുന്നത്. ഒരു വീട്ടിൽ ഒരു മുറ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാർ മനസ്സിലാക്കുന്നത്. ജൈവ പച്ചക്കറി കൃഷി ഫലപ്രദമായി നടത്തുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഇരട്ടയാർ CR ഹൈടെക് നഴ്സറി ഉടമ ബിജു ചുക്കറമ്പേൽ ക്ലാസ് നയിച്ചു. ബാങ്ക് പ്രസിഡന്റ് MN വിജയൻ അധ്യക്ഷനായി. സെക്രട്ടറി TC രാജശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ,
പഞ്ചായത്ത് അംഗം ടി കെ കൃഷ്ണൻകുട്ടി, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എം ആർ രഞ്ജിത്ത്, പി എൻ ശശി, ADS, CDS ഭാരവാഹികൾ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജാക്കാട് റോട്ടറി ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും നടന്നു. രാജാക്കാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ സോണൽ ഡിസ്ട്രിക്ട് ഭാരവാഹികളും സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലയിലെ പ്രമുഖരും ക്ലബ്ബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. 2022 രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ച് 3 വർഷത്തിനുള്ളിൽ നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ റോട്ടറി ക്ലബ്ബ് ഓഫ് രാജാക്കാട് 4ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നടപ്പിലാക്കിയ സേവന പദ്ധതികൾ വിലയിരുത്തിയും വരും നാളുകളിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് വാർഷികാഘോഷം നടന്നത്. രാജാക്കാട് VCS ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷത്തിന് ഫസ്റ്റ് ലേഡി സീമ സിനോജ്, മിനി മനോജ് എന്നിവർ ചേർന്ന് തിരി തെളിയിച്ചു. ക്ലബ് പ്രസിഡന്റ് മനോജ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ചാർട്ടേഡ് പ്രസിഡന്റ് ഷാജി ചുള്ളിയാട്ട് സ്വാഗതവും സെക്രട്ടറി KG രാജേഷ് 1 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സിനോജ് മാത്യു പ്രസിഡന്റായും KG രാജേഷ് സെക്രട്ടറിയായും നോബി TB ട്രഷററുമായിട്ടുള്ള ഭരണസമിതി ചുമതലയേറ്റു. റോട്ടറി ക്ലബ്ബ് ഓഫ് രാജാക്കാടിലേക്ക് പുതുതായി എത്തിയ മെമ്പർമാരെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തുകയും അവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു. 2025-26 വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ടെലിവിഷനും സ്കൂളുകളിൽ ന്യൂസ് പേപ്പർ വിതരണ പദ്ധതിയും നടപ്പിലാക്കി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. സേവനം എന്നതാണ് റോട്ടറി ഇന്റർനാഷണലിന്റെ ഒരേ ഒരു അജണ്ടയെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെടുങ്കണ്ടത്തിന് ഇപ്പുറത്തേക്ക് റോട്ടറി ക്ലബ്ബുകൾ ഉണ്ടായിരുന്നില്ല. 4 വർഷങ്ങൾക്ക് മുൻപ് പ്രിയപ്പെട്ട റൊട്ടേറിയൻ മനോജും പ്രിയപ്പെട്ട റൊട്ടേറിയൻ യൂണിവേഴ്സിറ്റിക്കും ഒക്കെ താല്പര്യമെടുത്തിട്ട് ഇവിടെ രാജാക്കാട് നമ്മുടെ റോട്ടറി ക്ലബ്ബ് ഓഫ് രാജാക്കാട് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. ഈ ക്ലബിൻ്റെ രൂപീകരണത്തിനും തുടർന്ന് കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ റൊട്ടേറിയൻ മനോജിനെയും റൊട്ടേറിയൻ യൂണിവേഴ്സിറ്റി സിദ്ദിഖിനെയും പ്രത്യേകം നിങ്ങൾ ഏവരുടെയും പേരിൽ അഭിനന്ദിക്കുകയാണ്. സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ജോബി മാതാളിക്കുന്നൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയൻ, DD യൂനസ് സിദ്ദിഖ്, GGR സദാശിവൻ എടപ്പാട്ട്, ക്ലബ് അഡ്വൈസർ മനോജ് TR, ചാർട്ടർ പ്രസിഡന്റ് ഷാജി CR, KVVS രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി സജി കോട്ടയ്ക്കൽ, PS പുഷ്പാകരൻ, പ്രിൻസ് തോമസ്, സജിമ തുടങ്ങിയവർ പങ്കെടുത്തു. ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. BCom കോർപ്പറേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BSW, BBA, BTTM, MSW, MCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, MSc കമ്പ്യൂട്ടർ സയൻസ്, MA ഇംഗ്ലീഷ്, MA HRM എന്നീ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ SSLC, +2, ഡിഗ്രി എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി കോളേജിൽ എത്തുക. കൂടുതൽ വിവരങ്ങൾക്ക് 9562034555 9400158910 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഹൈറേഞ്ചിന്റെ ദുർഘടപാതകളെ വരുതിയിലാക്കിയ സാരഥി, കടുകട്ടിയായ തടിപ്പണിയിൽ മികവ് തെളിയിച്ചവൾ. നെടുങ്കണ്ടംകാരിയായ ശരണ്യ വെറും ശരണ്യയല്ല, സൂപ്പർ ശരണ്യ തന്നെയാണ്. 2 കുട്ടികളുടെ അമ്മയായ 24-കാരി ബിരുദ വിദ്യാർത്ഥി കൂടിയാണ്. മൂന്നാം വർഷ BBA വിദ്യാർത്ഥിയായ ശരണ്യ അവധി ദിവസങ്ങളിൽ മനഃപ്പാഠമാക്കുന്നത് ഇടുക്കിയിലെ ദുർഘടപാതകളാണ്. 18-ാം വയസ്സിൽ ലൈസൻസ് സ്വന്തമാക്കിയ ശരണ്യ ബുള്ളറ്റ് മുതൽ ലോറി വരെ ഓടിക്കും.
ഡ്രൈവറും തടി വ്യാപാരിയുമായ പിതാവ് മുത്തുവിനൊപ്പമാണ് വളയം പിടിച്ചു തുടങ്ങിയത്. ജീവിത വഴിയിൽ കൂട്ടായി എത്തിയ ഭർത്താവ് സൂര്യയും ഡ്രൈവറാണ്. വാഹനം ഓടിക്കുന്നതിനൊപ്പം തടിപ്പണിയിലും പിതാവിനും ഭർത്താവിനുമൊപ്പം ശരണ്യ ചെറുകുകയായിരുന്നു. ജോലി റീൽസുകളാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ ശരണ്യ കോളേജിലും നാട്ടിലും സൂപ്പർ ശരണ്യയായി. ഞാൻ ആദ്യമേ ഒന്നും റീൽസ് എടുക്കത്തില്ലായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവരുടെ കൂടെ ലോഡും കൊണ്ട് പോയപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കഴിക്കാൻ കയറി. അപ്പം ഇവരുടെ ഡ്രസ്സ് ആയിക്കോട്ടെ മോശമായിരുന്നു, എൻ്റെയും കാലിലൊക്കെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 1-2 പേര് നമ്മളെ മാറി നിന്ന് കമന്റ് അടിക്കുന്നത് എന്താ ഈ ഒരു കോലത്തിലൊക്കെ ആ ഒരു രീതിയിൽ കമന്റ് അടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തത് എന്തോ ഇത്ര നാണം കെടായിരിക്കുന്നത്, ഈ ഒരു ഫീൽഡിൽ ഇത്രയ്ക്ക് എന്നാ ഈ വെറുപ്പെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഓർത്തപ്പം അത് പബ്ലിക് ആക്കിയേക്കാം, നാണം കെടാൻ എന്താ പ്രത്യേകിച്ചിരിക്കുന്നത് ഓർത്ത് അങ്ങനെ പബ്ലിക് ആക്കിയതാ വീഡിയോ. ഒരുപാട് ആളുകൾ കാണുന്നുണ്ടല്ലോ. ഒരുപാട് പേര് കാണുന്നുണ്ട്. നല്ല നെഗറ്റീവ് കമന്റ്സ് എനിക്ക് കുറവാണ്, നല്ല കമന്റ്സ് തന്നെയാണ് എനിക്ക് കൂടുതലും വരാറുള്ളത്. അതുകൊണ്ട് നല്ലൊരു സപ്പോർട്ടാണ്. കഴിഞ്ഞിടെ പണിക്കിടെയുണ്ടായ അപകടത്തിൽ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ഭർത്താവിന്റെ പരിചരണത്തിലാണ് ശരണ്യ ഇപ്പോൾ. ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ബിരുദാനന്തര ബിരുദം നേടണമെന്നും ഒപ്പം ഇഷ്ടജോലികളിൽ കൂടുതൽ സജീവമാകണമെന്നുമാണ് ശരണ്യയുടെ ആഗ്രഹം. തിരക്കേറെയുണ്ടെങ്കിലും മക്കളായ 4 വയസ്സുകാരി സൂര്യഗായത്രിയുടെയും 2.5 വയസ്സുകാരൻ സൂര്യകൃഷ്ണയുടെയും സൂപ്പർ അമ്മ തന്നെയാണ് ശരണ്യ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK സ്പൈസസ്, KCB ജംഗ്ഷൻ കട്ടപ്പന, നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ് കട്ടപ്പന ആൻഡ് പുത്തൻപുരിക്കൽ സ്പൈസസ്, KCB ജംഗ്ഷൻ കട്ടപ്പന. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 85, വിൽപ്പനയ്ക്ക് വന്നത് 15,670, വിൽപ്പന നടന്നത് 14,609, കൂടിയ വില 3,203, ശരാശരി വില 2,636. കട്ടപ്പന കമ്പോളം. കുരുമുളക് 660, ഏലം കൂടിയ വില 2,600, ശരാശരി വില 2,200, കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പൂ 750, കൊക്കോ 90, റബ്ബർ 200. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 10,097 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK സ്പൈസസ്, KCB ജംഗ്ഷൻ കട്ടപ്പന, നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ് കട്ടപ്പന ആൻഡ് പുത്തൻപുരിക്കൽ സ്പൈസസ്, KCB ജംഗ്ഷൻ കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു. പ്രതികൂല കാലാവസ്ഥയിലും പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ആയിരക്കണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടും ഇതിന് തടസ്സം നിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നാവശ്യപ്പെട്ടും NH സംരക്ഷണ സമിതി 31 നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ലോങ് മാർച്ചും ദേവികുളം താലൂക്കിൽ ഹർത്താലും നടത്തും. ഇടുക്കിയിൽ CHR ഭൂമിയിൽ നിന്ന് 800-ലധികം കാട്ടുമരങ്ങൾ മുറിച്ച സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. ശാന്തൻപാറ പേത്തൊട്ടിയിലാണ് വ്യാപകമായ മരമുറി നടന്നത്. ആലപ്പുഴ സ്വദേശി റെജി വർഗീസിനെതിരെ കേസ്.
മൂന്നാർ MG നഗർ റോഡിൽ രാത്രി സമയത്ത് നിർത്തിയിടുന്ന വാഹനങ്ങൾക്ക് അജ്ഞാതർ കേടുപാടുകൾ വരുത്തുന്നതായി പരാതി. മൂന്നാർ MG നഗറിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ മുൻഭാഗത്തെ ചില്ല് അജ്ഞാതർ തകർത്തു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.